ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം. ആ സ്ഫോടനത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും രാജ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്ടർ കൊടും വിഷം നിർമ്മിക്കുന്നു. ഡോക്ടർ അഹമ്മദ് നിർമ്മിച്ച കൊടും വിഷം ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിൽ ക്ഷേത്രകുളങ്ങളിലൊക്കെ കലർത്താനായിരുന്നു തീരുമാനം എന്ന് അദ്ദേഹം പറഞ്ഞതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ഉന്നയിക്കുന്നത് വൻ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നാണ്. ഡൽഹിയിൽ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നു. ആ ബ്ലാസ്റ്റിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ അതിനേക്കാൾ വലിയൊരു ദുരന്തം രാജ്യം ഫേസ് ചെയ്യാൻ പോകുന്നു എന്നാണ് രാജ്യവും സർക്കാരും ഒക്കെ അറിഞ്ഞത്. ഇതിനെ എങ്ങനെ സുരക്ഷാ വീഴ്ചയായിട്ട് കണക്കാക്കാൻ സാധിക്കും? അല്ല, നോക്കൂ, ഈ രാജ്യത്ത് ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഈ വർഷത്തിൽ തന്നെ സിവിലിയൻസിന് നേരെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് ഇത്. പഹൽഗ്രാമിൽ 26 പേരുടെ ജീവൻ എടുക്കുന്ന ആക്രമണം ഉണ്ടായി. അതിന്റെ സൂത്രധാരൻ ആരാണ് എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ടോ? എല്ലാ ഭീകരരെയും വധിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും ആരാണ് അതിന്റെ മാസ്റ്റർ ബ്രെയിൻ, ആ മാസ്റ്റർ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് അടക്കമുള്ള വിവരങ്ങൾ രാജ്യത്തോട് പറയാൻ, ലോക്സഭയോട് പറയാൻ, പാർലമെന്റിനോട് പറയാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിന് 6 മാസം കഴിയുന്നതിന് ഇപ്പുറത്താണ്. ഏപ്രിൽ എനിക്ക് തോന്നുന്നു 21-നോ മറ്റാണ് പഹൽഗ്രാം ആക്രമണം ഉണ്ടാവുന്നത്. അതിനുശേഷം 6 മാസം കഴിയുന്നതിന് മുമ്പ് ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ, ഇന്ത്യയുടെ ക്യാപിറ്റലിൽ, ഇന്ത്യൻ ഭരണശിലാ കേന്ദ്രത്തിൽ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി അടക്കം പാർലമെന്റേറിയൻസ് അടക്കമുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയിൽ ഡൽഹിയിൽ ബ്ലാസ്റ്റ് ഉണ്ടാവുകയാണ്. എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? അപ്പൊ അവരോട് ഒരു ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിനില്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി എവിടെയായിരുന്നു? ആ ആക്രമണം ഉണ്ടായതിന്റെ 24 മണിക്കൂറുകളിൽ തന്റെ ഭൂട്ടാൻ സന്ദർശനം ക്യാൻസൽ ചെയ്ത് മടങ്ങി വരാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായില്ല. പക്ഷെ ഇതിനു മുമ്പ് ഈ രാജ്യത്ത് മുംബൈ ആക്രമണം ഉണ്ടായപ്പോ എന്തായിരുന്നു കേന്ദ്ര ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന BJPയുടെ നിലപാട്? അന്ന് കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, ശിവരാജ് പാട്ടീൽ രാജിവെക്കണം എന്ന നിലപാടായിരുന്നു അന്ന് ഇവർക്കുണ്ടായിരുന്നത്. നരേന്ദ്രമോദി അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ബോംബെയിൽ വന്ന് പത്രസമ്മേളനം നടത്തി. UPA ഗവൺമെന്റിന്റെ വലിയ വീഴ്ചയാണെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞ് കോൺഗ്രസ് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജിവെക്കുന്നത്. എല്ലാ ഭീകരരെയും അവിടെ വെച്ച് തന്നെ വധിക്കാൻ സാധിക്കുകയും മറ്റു ഭീകരരെ തുറങ്കിലെടുക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിലും കോൺഗ്രസ് വേണമായിരുന്നുവെങ്കിൽ തൊടുന്യായം പറഞ്ഞു മാറി നിൽക്കാമായിരുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? ശിവരാജ് പാട്ടീൽ രാജിവെച്ച് ഒഴിയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടാൻ അന്ന് ആർജവമുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു, ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ് BJPയുടെ നിലപാട്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അമ്പേ പരാജയമല്ലേ? സിവിലിയൻസിന് നേരെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആക്രമണം ഒരു വർഷത്തിനിടയിൽ ടോട്ടൽ 50 ജീവൻ നഷ്ടപ്പെട്ടു. ആർക്കാ ഉത്തരവാദിത്തം പറയാനുള്ളത്? പിന്നീട് ഇവർ പറയുന്ന മറ്റൊരു വാദം 2014 ശേഷം തീവ്രവാദി ആക്രമണം കുറഞ്ഞു എന്നാണ്. എന്റെ കണക്ക് വിക്കിപീഡിയ അടക്കമുള്ള സൈറ്റുകളിൽ നമുക്ക് ലഭ്യമാകുന്നതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്ന കണക്കെടുത്താൽ 49 ആക്രമണങ്ങളാണ് 10 വർഷത്തിനിടയിൽ മോദി ഭരണകാലത്ത് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇലത്തൂരിലെ തീവെപ്പ് ആരാണ് പ്രതി? കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ NIAക്ക് ഇതുവരെ? ആരാണ് അതിന്റെ മോട്ടീവ്? അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ റാഡിക്കലിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുന്നു എന്നതിനപ്പുറത്ത് അതിന്റെ മാസ്റ്റർ ബ്രെയിനുകളിലേക്ക്, അതിന്റെ ഗൂഢാലോചന കേന്ദ്രങ്ങളിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരം ആക്രമണങ്ങളിൽ നമുക്ക് സാധിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡൽഹിയിൽ ഇപ്പോ എന്തോ ദൈവാനുഗ്രഹത്തിനാണ് അവർ പ്ലാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും നടക്കാതെ അവിടെ ഒരു ചെറിയൊരു ഒരു ബ്ലാസ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ പിന്നണിയിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞത്. നോക്കൂ, ഈ വിവരങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെന്റിന് ഉണ്ടായിരുന്നിട്ട് പോലും, കേന്ദ്ര ഇന്റലിജൻസ് വകുപ്പിന് ഉണ്ടായിരുന്നിട്ട് പോലും 3 മണിക്കൂർ ആ കാറിനുള്ളിൽ സ്വൈരവികാരം നടത്താൻ, ആ കാറിനുള്ളിൽ ആരും അറിയാതെ ആ കാറിനുള്ളിൽ തന്നെ ഇരിക്കാൻ ഭീകരവാദിക്ക് സാധിച്ചു എന്ന റിപ്പോർട്ടുകൾ വെളിയിൽ വരികയാണ്. എന്ത് തരത്തിലുള്ള സുരക്ഷാ ചെക്കിംഗ് ആണ്, എന്ത് തരത്തിലുള്ള ഇന്റലിജൻസ് ചെക്കിംഗ് ആണ് അവിടെ നടന്നത്? അപ്പൊ ഇന്റലിജൻസ് സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയുടെ ആസ്ഥാനത്ത് പോലും, ഭരണശിലാ കേന്ദ്രത്തിൽ പോലും, ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലേക്ക് പോലും തീവ്രവാദികൾക്ക്, റാഡിക്കലിസ്റ്റുകൾക്ക് കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർക്ക് അവർ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരെ വിശ്വസിച്ചാണ് ഇന്ത്യക്കാർ ഉണ്ടുറങ്ങി രാത്രിയിൽ സ്വൈര്യവികാരത്തിൽ കടന്നുറങ്ങേണ്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. നമ്മളെല്ലാം ഉറങ്ങുന്നത്, ഇപ്പൊ നീതു ആണെങ്കിലും ഞാനാണെങ്കിലും വളരെ സ്വസ്ഥതയോടുകൂടി ഉറങ്ങുന്നത് ഇവിടെ നമ്മളെ രക്ഷിക്കാൻ ഒരു സർക്കാരുണ്ട്, അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സർക്കാരുണ്ട്, ആ സർക്കാരിനാൽ നിയന്ത്രിതമായ സൈന്യമുണ്ട് എന്ന വിശ്വാസത്തിലാണല്ലോ. നമ്മുടെ അതിർത്തികൾ കാക്കുന്ന, നമ്മുടെ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന ഭീകരവാദത്തെ അടിച്ചമർത്താൻ പറ്റുന്ന ഒരു സൈന്യം, ഇന്ത്യൻ സൈന്യം എവിടെ ഉണ്ട്, ആ സൈന്യത്തെ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ വിശ്വസിച്ചുകൊണ്ടാണ്, അത് ഏത് സർക്കാരാണെങ്കിലും. പക്ഷേ
ഒരു വർഷത്തിൽ 50 പേരുടെ ജീവൻ എടുക്കുന്ന ഡൽഹിയിൽ ഫഗൽഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹൃദയമാണ്, ഇന്ത്യയുടെ അഭിമാന തിലകക്കുറിയാണ്. അവിടെയാണ് ഒന്നാമത്തെ ആക്രമണം ഉണ്ടാവുന്നത്. എന്താ സർക്കാരിന്റെ നിലപാട്? രണ്ട്, ഇന്ത്യയുടെ നെറ്റിപ്പട്ടം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ, ഇന്ത്യയുടെ തലച്ചോറ്, ബ്രെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഡൽഹിയെ നമുക്ക് കാണാൻ പറ്റുക. ആ ബ്രെയിനിനെതിരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട്? എവിടെയാണ് പ്രധാനമന്ത്രി ഭൂട്ടാൻ സന്ദർശനം പോലും റദ്ദാത്തത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷാ വീഴ്ചയെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ചെറിയ കാര്യമല്ല. ഒന്ന്, ഈ 42 വരുന്ന ആക്രമണങ്ങളിൽ എന്താണ്, ആരൊക്കെയാണ്, എവിടെയൊക്കെയായിരുന്നു ബുദ്ധി കേന്ദ്രങ്ങൾ എന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ NIAക്ക് സാധിച്ചിട്ടില്ല. രണ്ട്, ഒരു വർഷത്തിനിടയിൽ പഹൽഗ്രാമും ഡൽഹിയും അടക്കമുള്ള സിവിലിയൻസിന് നേരെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 അറ്റാക്കുകൾ ഉണ്ടാകുന്നു. 6 മാസം മുമ്പ് ഒരു അറ്റാക്ക് ഉണ്ടായിട്ട് വിജിലന്റ് ആയിട്ടിരിക്കാനോ ഈ പറയുന്ന നമ്മൾ അലേർട്ട് ആയിരിക്കാനോ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് ഡൽഹിയിൽ തന്നെ അടുത്ത ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്, ഡൽഹിയിൽ തന്നെ അടുത്ത ആക്രമണം ഉണ്ടാകുന്നത്. ഇനി അടുത്തത് എവിടെ ഉണ്ടാകും എന്ന് പേടിച്ച് കഴിയേണ്ട ഗതികേടിലേക്ക് ഇന്ത്യക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കഴിവില്ലാത്ത ആളായതുകൊണ്ടാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നമുക്ക് സുരക്ഷ ഒരുക്കി തരാനുള്ള ആർജവം ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് പറയുമ്പോഴും ചിലരെങ്കിലും വിമർശിക്കുന്ന അല്ലെങ്കിൽ പകരം ഒരു ചോദ്യമായി ഉന്നയിക്കുന്നത് UPA സർക്കാരിന്റെ കാലത്ത് ഡൽഹിയിൽ സ്ഫോടന പരമ്പരകളാണ് അരങ്ങേറിയിരുന്നത്. ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല ഡൽഹിയിൽ സ്ഫോടനത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ BJP സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്നതാണ്. അത് നോക്കൂ, UPA ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം ബോംബെ ഭീകരാക്രമണമാണ്. അതല്ലാതെ സിവിലിയൻസിന് വലിയ ജീവഹാനി ഉണ്ടാകുന്ന പോലെ, ജീവഹൂതിക്ക് കാരണമാകുന്ന രീതിയിലുള്ള ഒരു ആക്രമണവും, നോട്ടബിൾ ആയ ഒരു ആക്രമണവും ഉയർത്തി കാണിക്കാനുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ബോംബെ ആക്രമണമാണ് ഉണ്ടായിരുന്നത്. ആ ബോംബെ ആക്രമണത്തിന്റെ സമയത്ത് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് എടുത്ത നിലപാടിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഞങ്ങൾ കൃത്യമായി അവിടുത്തെ ഭീകരവാദികളെ കൊന്നു എന്നത് മാത്രമല്ല, അവരെ ഞങ്ങൾ എന്താണ് ഇറാഡിക്കേറ്റ് ചെയ്തു എന്നത് മാത്രമല്ല, അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു എന്നത് മാത്രമല്ല, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് കോൺഗ്രസ് നിർദ്ദേശിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെച്ചു. പക്ഷെ ഇപ്പോഴെന്താണ് ഉണ്ടാവുന്നത്? ഡൽഹിയിൽ അടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സിവിലിയൻസിനെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ഭീകരാക്രമണം 2 രീതിയിലുണ്ട്. ഒന്ന്, പട്ടാളക്കാരുമായി, സൈന്യവുമായി ഏറ്റുമുട്ടുന്ന ഭീകരവാദികൾ. ആ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ എല്ലാ കാലത്തും നമുക്ക് ഉണ്ടാവാറുണ്ട്. കാരണം പാകിസ്ഥാൻ അത്രമാത്രം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ പറയുന്ന പാകിസ്ഥാൻ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഭീകരവാദികൾ നമുക്ക് നേരെ പോരാട്ടം നടത്തുന്നുമുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. പക്ഷെ സിവിലിയൻസിന് നേരെയുള്ള അറ്റാക്ക്, ആ അറ്റാക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? സിവിലിയൻസിന് നേരെയുള്ള അറ്റാക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഇന്റലിജൻസ് വീഴ്ച കൊണ്ട് തന്നെയാണ്. കാരണം ഡൽഹിയിൽ ഈ ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, 3 മണിക്കൂർ ടെററിസ്റ്റിന് 3 മണിക്കൂർ ഈ പറയുന്ന ഇതിലെ സംഘാംഗത്തിന് കാറിനുള്ളിൽ തന്നെ, അതിൽ നിന്നൊന്ന് വെളിയിലേക്ക് പോലും പോകാതെ ആ കാറിനുള്ളിൽ തന്നെ കഴിയാൻ സാധിച്ചു. ഏത്? ഈ ഭരണശിലാ കേന്ദ്രത്തിലാണ്. ഫുൾ ടൈം പോലീസ് സെക്യൂരിറ്റിയിലുള്ള, ഫുൾ ടൈം SPG സുരക്ഷയുള്ള, ഫുൾ ടൈം സൈന്യത്തിന്റെ കൺട്രോളിലുള്ള, ഇന്റലിജൻസ് സുരക്ഷയുള്ള സ്ഥലത്ത് 3 മണിക്കൂർ കാറിന് വെളിയിൽ പോലും ഇറങ്ങാതെ ഒരാൾക്ക് ഇരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് തരം സുരക്ഷയാണ് ഇവർ കൊടുക്കുന്നതെന്ന് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നമുക്ക് മാറ്റി നിർത്തിയാൽ, സിവിലിയൻസിനെ കൊല ചെയ്യുന്ന, സിവിലിയൻസിന് നേരെ ഉണ്ടാകുന്ന അറ്റാക്കുകളുടെ കാര്യത്തിൽ അതിൽ ഇന്റലിജൻസ് വീഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിന് കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടല്ലാതെ പിന്നെ നമുക്ക് നേപ്പാൾ പ്രധാനമന്ത്രിയോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ? ടിബറ്റൻ ആത്മീയ നേതാവിനോട് രാജിവെക്കാൻ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ചൈനയോട് രാജിവെച്ചാൽ മതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ആവശ്യപ്പെടുന്നത് ആ വകുപ്പിന്, ഏത് വകുപ്പിലാണോ വീഴ്ച ഉണ്ടായത്, ആ വകുപ്പിന്റെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഏറ്റവും കുറഞ്ഞ പക്ഷം വരും ദിവസങ്ങളിൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് എന്താണ് ഉണ്ടായതെന്നും, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഇത്രമാത്രം ഗുരുതരമായതെന്നും, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ എടുത്ത ആക്ഷൻസ് എന്നും രാജ്യത്തോട് പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്.
യെസ്. എന്തായാലും ഈ രീതിയിൽ രാജ്യത്ത് വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. യുപിഎ സർക്കാരിന്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് പറയുന്നത് മുംബൈ ഭീകരാക്രമണമായിരുന്നു. അതിന് പിന്നാലെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ശക്തമായ നടപടികൾ എടുത്തിരുന്നു. ബിജെപി ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു? ഇത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ അല്ലെങ്കിൽ ചെങ്കോട്ടയിലെ സ്ഫോടനം ഉൾപ്പെടെ ഉണ്ടായ സമയത്ത് ബിജെപി സർക്കാർ എന്ത് ചെയ്തു എന്നതാണ് ചോദ്യമായി കോൺഗ്രസ് അവശേഷിപ്പിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു അഡ്വക്കേറ്റ് വസന്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.